إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന, അത് മുഖേന ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷപൂർണമായി തീരുന്ന, സജ്ജനങ്ങളുടെ കൂടെ സ്വർഗീയ സഹവാസം ലഭ്യമാകുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സർവ അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി അവതീർണമായ ഗ്രന്ഥമാണ് നാം ഏവരും ഇന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ എന്ന് നമുക്കറിയാം. വ്യത്യസ്തങ്ങളായ മേഖലകളിലുള്ള ആളുകളുടെ അവകാശങ്ങളെയും ബാധ്യതകളെയും ഓർമ്മപ്പെടുത്തുകയും ഓരോരുത്തർക്കും നൽകേണ്ടുന്ന അവകാശങ്ങൾ നിർവഹിച്ചു കൊടുക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്ത മതമാണ് അല്ലാഹുവിന്റെ മതമായ ദീനുൽ ഇസ്ലാം. സമൂഹത്തിലെ അർദ്ധവിഭാഗമായി അറിയപ്പെടുന്ന സ്ത്രീ സമൂഹത്തോട് ഏറ്റവും കൂടുതൽ ആദരവും ബഹുമാനവും കരുണയും വാത്സല്യവും നിലനിർത്തിയ നിയമങ്ങളുള്ള മതമാണ് ദീനുൽ ഇസ്ലാം. ലോകത്ത് സ്ത്രീ സമൂഹം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. പലപ്പോഴും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സാഹചര്യമാണ് പലയിടങ്ങളിലും ഉള്ളത്. സ്ത്രീകൾക്ക് തീരെ വില കൽപ്പിക്കാത്ത, അതുപോലെ തന്നെ അവരെ മൂടുപടങ്ങൾക്കുള്ളിൽ തളച്ചിട്ട, അവരുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ട, ദുർബലരായ അവരുടെ ദൗർബല്യങ്ങളെ വീണ്ടും വീണ്ടും അവരിൽ പുതിയ രൂപത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച മതമാണ് ഇസ്ലാമെന്ന് ഇസ്ലാം വിമർശകന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വാസ്തവത്തിൽ ഇസ്ലാമിനോളം സ്ത്രീക്ക് സ്ഥാനവും മഹത്വവും കൽപ്പിച്ച ഒരു
മതവും നിയമങ്ങളും ലോകത്ത് നമുക്ക് കാണാൻ സാധ്യമല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നാം മനസ്സിലാക്കിയ ഒരു വസ്തുതയാണ്, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുത്തിയിരുന്ന ഒരു യുഗത്തിലാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യത്വത്തിന്റെ നിയമങ്ങളുമായി കൊണ്ട് ലോകത്ത് വന്നത്. ഖുർആൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ആ യാഥാർത്ഥ്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂൻ അം യദുസ്സുഹു ഫിത്തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ. പെൺകുട്ടിയാണ് ജനിച്ചതെന്ന സുവിശേഷം അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം കറുത്ത് വിവർണമായി മാറുന്നു, ദേഷ്യം മടക്കി പിടിക്കുന്നു. അപമാനത്തിന്റെ വർത്തമാനമാണല്ലോ കേട്ടത്, പെൺകുട്ടിയാ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആളുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞിരുന്ന് അവൻ ആലോചിക്കുകയാണ്, സർവ്വ അപമാന ഭാരങ്ങളും പേറിക്കൊണ്ട് ഈ പെൺകുഞ്ഞിനെ ജീവിക്കാൻ ഇടണമോ, അതോ ഇതിനെ ഇപ്പോൾ തന്നെ കഥ കഴിക്കണമോ, ജീവനോടെ തന്നെ കുഴിച്ചു മൂടിയാലോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമൂഹം. അങ്ങനെ ധാരാളം പെൺകൊടികൾ ജീവനോടുകൂടെ ഈ ഭൂമിയുടെ ഉള്ളിൽ കുഴിച്ചു മൂടപ്പെട്ടു. അവരെപ്പറ്റി മറുപടി പറയേണ്ടി വരുമെന്ന കൃത്യമായ താക്കീത് മക്കീ കാലഘട്ടത്തിൽ അവതീർണമായ അധ്യായത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചു. വൈദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ജീവനോട് കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി ചോദിക്കപ്പെടും, എന്ത് പാതകത്തിനാണ് ഈ മഹാപാവം കൊല ചെയ്യപ്പെട്ടത് എന്ന്. വളരെ ഗൗരവത്തോടെ പരലോകത്ത് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തിലെ പരമപ്രധാനമായ ഒരു കാര്യമായി സ്ത്രീ സമൂഹത്തെ ജീവിക്കാൻ വിടാതിരുന്ന കാട്ടാളത്വത്തിനെതിരെ വിശുദ്ധ ഖുർആൻ അന്ന് തന്നെ വളരെ ശക്തമായി തന്നെ ശബ്ദിക്കുകയാണ് ഉണ്ടായത്. ആണുങ്ങളെപ്പോലെ ഇവിടെ ജീവിക്കാൻ അവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും അവൾ മാന്യയാണെന്നും കുലീനയാണെന്നും പവിത്രയാണെന്നും സ്വാതന്ത്ര്യമുള്ളവളാണെന്നും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവളാണെന്നും അടിച്ചമർത്തപ്പെടേണ്ടവളല്ലെന്നും ആദരിക്കപ്പെടേണ്ടവളാണെന്നും പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ മതമായ ദീനുൽ ഇസ്ലാം. ഭാര്യ എന്ന നിലക്ക്, ഉമ്മ എന്ന നിലക്ക്, മകൾ എന്ന നിലക്ക്, സഹോദരി എന്ന നിലക്ക് എല്ലാ അർത്ഥത്തിലും സ്ത്രീക്ക് ഇസ്ലാം വലിയ പവറാണ് നൽകിയത്. ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം, മൻ കാന ലഹു സലാസു ബനാത്തിൻ ഔ സലാസു അഖവാത്തിൻ അവ ഇബ്നതാനി ഔ ഉഖ്താനി ഫഅഹ്സന സുഹ്ബതഹുന്ന വസബറ അലൈഹിന്ന വത്തഖല്ലാഹ ഫീഹിന്ന ദഖലൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നമുക്ക് സമാനമായ രൂപത്തിലുള്ള റിപ്പോർട്ടുകളും കാണാൻ സാധിക്കുന്നു. ആർക്കെങ്കിലും 3 പെൺമക്കളുണ്ടായാൽ, അതല്ലെങ്കിൽ 3 സഹോദരിമാർ, പെങ്ങന്മാർ, അതല്ലെങ്കിൽ 2 പെൺമക്കൾ, അല്ലെങ്കിൽ 2 സഹോദരിമാർ, ഫഅഹ്സന സുഹ്ബതഹുന്ന, അവരോടുള്ള സഹവാസം ഒരു മനുഷ്യൻ നല്ല നിലക്കാക്കിയാൽ. കാരണം സ്ത്രീ സമൂഹത്തെ ജീവിക്കാൻ തന്നെ വിടണമോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ജീവിക്കാൻ വിടുക മാത്രമല്ല, അവളോട് നല്ല നിലക്ക് വർത്തിക്കണമെന്നും വസബറ അലൈഹിന്ന, അവരുടെ കാര്യത്തിൽ ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളെ സഹിക്കുവാനും ആരും തയ്യാറാകുന്നുവെങ്കിൽ വത്തഖല്ലാഹ ഫീഹിന്ന, അവരുടെ വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് പേടിച്ച് ജീവിക്കാൻ ആര് സന്നദ്ധനാകുന്നുവോ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. സ്വർഗപ്രവേശനത്തിന്റെ മാർഗമായി പോലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നത് സ്ത്രീ സമൂഹത്തോട് അവൾ ഉമ്മയായാലും പെങ്ങളായാലും ഭാര്യയായാലും സഹോദരിയായാലും ആരായിരുന്നാലും ഏറ്റവും കൂടുതൽ എന്റെ ആദരവിനും നല്ല രൂപത്തിലുള്ള ഹുസ്നു സുഹബ, അതല്ലെങ്കിൽ ഹുസ്നു സുഹാബത്തി എന്ന് സഹാബി ചോദിച്ചല്ലോ, എന്റെ ഏറ്റവും വലിയ സഹവാസത്തിന് ആരാണ് ഏറ്റവും അർഹയായവർ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണയും ആ മഹത്വത്തിന്റെ വാചകമാണ് പറഞ്ഞത്, ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മുക്ക, നിന്റെ ഉമ്മയോട് 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 എന്ന്. അതുപോലെ തന്നെ ഭാര്യ എന്ന നിലക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ തന്റെ ഭാര്യയോട് നന്നായി വർത്തിക്കുന്നവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കൂട്ടത്തിൽ മാന്യൻ മിൻ അക്മലിൽ മുഅ്മിനീന ഈമാന അഹ്സനഹും ഖുലുഖ വഅൽതഫഹും ബിഅഹ്ലിഹി. ഈമാൻ പൂർണ്ണമായവർ നിങ്ങളുടെ കൂട്ടത്തിൽ, സത്യവിശ്വാസം പൂർണ്ണമായവരാരാണ്? നല്ല സ്വഭാവമുള്ളവരാണ്. വഅൽതഫഹും ബിഅഹ്ലിഹി, തന്റെ ഭാര്യയോട് ഏറ്റവും മൃദുവായി പെരുമാറുന്നവനാണ്.
ഏറ്റവും വാത്സല്യത്തോടെ പെരുമാറുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സർവകാര്യങ്ങളിലും ഇസ്ലാം പുരുഷനോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങളുടെ പുണ്യങ്ങൾ പറയുന്നിടത്ത് അള്ളാഹു സ്വർഗം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, ഒരുക്കി വെച്ചിരിക്കുന്നു, വമ്പിച്ച പാപമോചനം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആയത്തിലെ സൂറത്തുൽ അഹ്സാബിന്റെ ആയത്തിൽ അല്ലാഹു തആല ആണുങ്ങളെ പറഞ്ഞ കൂട്ടത്തിലൊക്കെ പെണ്ണുങ്ങളെയും എടുത്തു പറയുകയാണ്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത് വസ്സാബിരീന വസ്സാബിറാത്ത് വൽ ഖാശിഈന വൽ ഖാശിയാത്ത് വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത് والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات. ഇതൊക്കെ പറഞ്ഞിട്ടാണ് അല്ലാഹു പറയുന്നത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ വഅജ്റൻ അളീമ. അല്ലാഹു അവർക്ക് പാപമോചനം ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു, വമ്പിച്ച പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നതിന്റെ മുമ്പ് അല്ലാഹു പറഞ്ഞത് മുസ്ലിം പുരുഷന്മാർ, മുസ്ലിം സ്ത്രീകൾ, മുഅ്മിനകൾ, മുഅ്മിനാത്തുകൾ, അതുപോലെ അല്ലാഹുവിന് നല്ല ഭയഭക്തിയോടെ ജീവിക്കുന്ന പുരുഷന്മാർ, സ്ത്രീകൾ, സത്യസന്ധന്മാർ, സത്യസന്ധകൾ, സഹനമുള്ളവർ, സഹനമുള്ള സ്ത്രീകൾ, ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ പറഞ്ഞിടത്തൊക്കെ അല്ലാഹു തആല രണ്ടു കൂട്ടരെയും ഒരുമിച്ചാണ് പറഞ്ഞത്. ആര് സൽക്കർമ്മം ചെയ്താലും കൂലിക്കൊട്ടും കുറവില്ല. ആണാവട്ടെ പെണ്ണാവട്ടെ ആര് സൽക്കർമ്മം ചെയ്തോ, ആണെന്നല്ല റബ്ബ് നോക്കുന്നത്, പെണ്ണാണോ എന്നല്ല നോക്കുന്നത്, ആരാണ് വഹുവ മുഅ്മിനുൻ, ഈമാൻ അടിത്തറയായിട്ടുണ്ടായിരിക്കെ ആര് സൽക്കർമ്മം ചെയ്യുന്നുവോ എന്നാണ് റബ്ബ് നോക്കുന്നത്. അവന്റെ ലിംഗഭേദമല്ല പരിഗണിക്കപ്പെടുന്നത്. ഉലൈക യദ്ഖുലൂനൽ ജന്ന, അക്കൂട്ടർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. വലാ യുദ്ലമൂന നഖീറാ, ഒരൽപ്പം പോലും അവരോട് അനീതി റബ്ബ് കാണിക്കുന്നതല്ല. അനീതി ആണായി അല്ലെങ്കിൽ പെണ്ണായി എന്നുള്ളത് ഒരു നിലക്കും അല്ലാഹു തആല ആരോടും അനീതി കാണിക്കുന്നില്ല. ചില നിയമങ്ങളൊക്കെ പറയുമ്പോൾ അല്ലാഹു കാണിച്ച അനീതി അല്ലേ എന്ന് ചിലരൊക്കെ അടക്കം പറയുന്നു. എന്തേ ആണിന്റെ ഇരട്ടി, ആണിന്റെ നേർ പകുതിയാണല്ലോ പെണ്ണിന് സ്വത്തവകാശം, അത് അനീതിയല്ലേ? ഇവരെ മോനെ നഖീറാനൊക്കെ പറഞ്ഞിട്ട് വമ്പിച്ച അനീതിയാണല്ലോ ഈ വിഷയത്തിലുള്ളത് എന്ന് ഇസ്ലാം വിമർശകന്മാർ പറയുന്നു. വാസ്തവത്തിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ ഒരു ഔദാര്യമാണ് സ്വത്തിൽ ആ രൂപത്തിലുള്ള അവകാശം പോലും നൽകിയത്. ചെലവഴിക്കാനുള്ള ഒരു മേഖലയും അവളോട് റബ്ബ് നിർബന്ധിച്ചിട്ടില്ല, ചെലവഴിക്കാൻ അവളോടൊന്നിനും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്നത് എന്തും അവളെ സംബന്ധിച്ചിടത്തോളം വലിയ ആദായകരമായ, വലിയ രൂപത്തിലുള്ള വലിയ ഔദാര്യമാണ് അവർക്ക് ലഭിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം വളരെ കൃത്യമായ നിലക്ക് അവളോട് പറഞ്ഞ മാന്യതയുടെ വേഷവിധാനത്തെ പോലും അവളോടുള്ള അനീതിയായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പെണ്ണേ നീ മാന്യമായി വേഷം ധരിക്കണം. എന്തിന്? അത് അവളെ അടിച്ചമർത്തിയതാണോ? ഒരിക്കലുമല്ല. ഒരു സ്ത്രീ മാന്യമായി വേഷം ധരിച്ച് പുറത്തിറങ്ങുന്നത് അവൾ ദ്രോഹിക്കപ്പെടാതിരിക്കാൻ കാരണമാണെന്ന് ഖുർആൻ. അവൾ ദ്രോഹിക്കപ്പെടാതിരിക്കാൻ, അവൾ മാന്യയാണെന്ന് അറിയപ്പെടാൻ എല്ലാ നിലക്കും ഒരു സ്ത്രീക്ക് സംരക്ഷണവും അവൾക്കുള്ള ഏറ്റവും വലിയ ആദരവുമാണ് വാസ്തവത്തിൽ ഇസ്ലാം അവൾക്ക് നൽകിയ വിലയാണ്. അവളുടെ ശരീരം അത് കാണേണ്ടവരല്ലാതെ കാണരുത്. ഇന്നും അതറിയുന്ന മുസ്ലിം സമുദായം തന്നെയാണ്, അതറിയുന്നവർ തന്നെയാണ് അനിസ്ലാമിക വേഷവിധാനങ്ങൾക്ക് വേണ്ടി തന്റെ മക്കളെ, അതുപോലെ തന്നെ തന്റെ ഭാര്യമാരെ ഉടുത്തൊരുങ്ങി അണിഞ്ഞൊരുങ്ങി പുറപ്പെടാനുള്ള അനുവാദം കൊടുക്കുന്നത്. നാം മനസ്സിലാക്കുക, സ്വർഗത്തിന്റെ പരിമളം പോലും നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗത്തിന്റെ രക്ഷാകർത്താക്കളായി മാറുന്ന രക്ഷിതാക്കൾ അതിനുവേണ്ടി പണം ചെലവഴിച്ച് ഇബ്ലീസിനെ മാത്രം സന്തോഷിപ്പിക്കുന്ന, പടച്ച റബ്ബിനെ വെറുപ്പിക്കുന്ന വേഷവിധാനങ്ങൾക്ക് വേണ്ടി പണമയച്ചു കൊടുക്കുന്നവർ, അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നവർ, അതിനുവേണ്ടി അധ്വാനത്തിന്റെ വലിയ ഒരു ഭാഗം നീക്കിവെക്കുന്നവർ അല്ലാഹുവിന്റെ കോടതിയിൽ എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും. തീർച്ചയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ആ രംഗത്ത് ഇസ്ലാം അവൾക്ക് നൽകിയത് വലിയ പവിത്രതയാണ്, വലിയ മാന്യതയാണ്. പർദ്ദ ധരിച്ചുകൊണ്ട് എവിടെയും പോകാമെന്ന് സാഹിത്യകാരന്മാരും ഒക്കെ പറഞ്ഞൊരു രാജ്യത്തിന്റെ വക്താക്കളാണ് നമ്മളൊക്കെ. കോഴിക്കോട് മിഠായി തെരുവിലൂടെ
പർദ്ദയിടാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ നടന്നു നോക്കിയപ്പോൾ ധാരാളക്കണക്കിന് ആണുങ്ങളുടെ കണ്ണുകൾ എന്നെ കൊത്തിപ്പറിച്ചു എന്ന് ഒരു കവയിത്രി എഴുതിയിട്ടുണ്ട്. അതേ അവസരത്തിൽ എനിക്ക് മാറ്റം വന്ന കാലഘട്ടത്തിൽ ഞാൻ എന്റെ പർദ്ദയും ധരിച്ചുകൊണ്ട് അതേ മിഠായി തെരുവിലൂടെ നടന്നു നീങ്ങിയപ്പോൾ ആരുടെയും കണ്ണുകൾ എന്നെ കൊത്തിവലിക്കാൻ ഞാൻ കണ്ടില്ലെന്ന് പറയാൻ, ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ മനുഷ്യരിന്നും ഇസ്ലാമികമായ നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോധവാന്മാരായിട്ടില്ല എന്നതാണ് വസ്തുത. അതിനെ അസ്വാതന്ത്ര്യമായും അതുപോലെ തന്നെ ഇസ്ലാം വലിയ രൂപത്തിലുള്ള ഒരു ദ്രോഹം ചെയ്തതായുമൊക്കെ ആളുകൾ പറഞ്ഞു പരിചയപ്പെടുത്തുകയാണ്. അക്രമങ്ങൾക്ക് കാരണമായി മാറുന്നതിന് പലപ്പോഴും സ്ത്രീ സമൂഹത്തിന് നൽകിയ ഈ വലിയ ആദരവെന്ന് പറഞ്ഞുകൊണ്ട് ഫാഷൻ ലേഡികളാക്കി മാറ്റി അവരെ സമൂഹത്തിന്റെ വിൽപ്പനച്ചരക്കാക്കി സർവ്വവസ്തുക്കളുടെയും പരസ്യങ്ങളുടെ വിപണികളിൽ അവരുടെ ഉടുത്തൊരുങ്ങിയതും അർദ്ധനഗ്നതയും പൂർണ്ണനഗ്നതയുമായ രൂപത്തിലുള്ള ആ പരസ്യങ്ങൾ നൽകിക്കൊണ്ട് പെണ്ണിനെ കാണിച്ചുകൊണ്ട് വിപണിയിൽ ഉൽപ്പന്നങ്ങൾ ചെലവഴിക്കുന്ന വളരെ അഭിശപ്തമായ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വൃത്തികേടുകൾക്കും പക്ഷേ സ്ത്രീ സമൂഹം പോലും ഉണരുന്നില്ല. ഇത് തങ്ങളെ വിൽപ്പനച്ചരക്കാക്കി ഞങ്ങളെ വെച്ച് കച്ചവടം ചെയ്യുകയാണെന്ന് പെണ്ണിന് പോലും മനസ്സിലാകാത്ത ഒരു ദുരന്തം. അപ്പൊ ഇസ്ലാം ഇവിടെയൊക്കെ വെച്ച നിയമങ്ങൾ പെണ്ണിന് ആദരവാണ് കൊടുത്തത്, ബഹുമാനമാണ് കൊടുത്തത്, അവൾക്ക് വലിയ വിലയാണ് കൽപ്പിച്ചത്, എല്ലാ രംഗത്തും അവൾക്ക് വലിയ ശ്രേഷ്ഠതയാണ് കൽപ്പിച്ചത്. മക്കളുള്ള പെൺമക്കളുള്ള രക്ഷിതാക്കളോട് ഇസ്ലാം പറഞ്ഞു, നിങ്ങളവരെ നല്ല നിലക്ക് വളർത്തി അദബ് പഠിപ്പിച്ച് നല്ലവരാക്കി അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ അവര് നിങ്ങൾക്ക് നരകത്തിയിൽ നിന്നുള്ള മറയാണെന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. ചിത്രം നിരന്ന നരകാഗ്നിയിൽ നിന്നുള്ള മറയാണവര് എന്ന്. അത്രത്തോളം ഇസ്ലാം ഏറ്റവും വലിയ സ്ഥാനവും മഹത്വവുമാണ് സ്ത്രീ സമൂഹത്തിന് നൽകിയിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിദ്യാസമ്പന്നരാക്കുന്നതിൽ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. സഹാബാക്കിറാം അവിടുത്തെ വനിതകൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നുകൊണ്ട് ആവശ്യപ്പെട്ടു, ഒരിക്കൽ പ്രവാചകരെ ദഹബർ റിജാലു ബിൽ ഹദീസ്, പുരുഷന്മാരൊക്കെ താങ്കളുടെ ഹദീസുകളും കാര്യങ്ങളുമൊക്കെ പഠിച്ചു വളരെ മുന്നേറുന്നു. ഞങ്ങൾക്കും ഒരു ദിനം നിശ്ചയിച്ചു തരണം, ഞങ്ങൾക്ക് പ്രത്യേകം പഠിക്കാൻ, ഞങ്ങൾക്ക് വേണ്ടിയും ഒരു പ്രത്യേക ദിവസം നിശ്ചയിച്ചു തരണം. ആണുങ്ങളുടെ കൂട്ടത്തിൽ കേൾക്കുന്നതിന് പുറമെ ഞങ്ങൾക്കായി പ്രത്യേകം ദിവസം നിശ്ചയിക്കണമെന്ന് വിജ്ഞാനദാഹത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിക്കുകയാണ് സഹാബാ വനിതകൾ. ആ ദിവസത്തിൽ തുഅല്ലിമുനാ മിമ്മാ അല്ലമകല്ലാഹ്, അള്ളാഹ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന മഹനീയമായ വിജ്ഞാനത്തിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങൊന്ന് പഠിപ്പിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇജ്തമിഅന യൗമ കദാ വകദാ, ഇന്ന ദിവസമൊക്കെ നിങ്ങൾ ഒരുമിച്ച് കൂടിക്കോളൂ, അന്ന് നിങ്ങൾക്കായിരിക്കും പ്രത്യേകം. ഫജ്തമഅന, അങ്ങനെ അവർ ഒരുമിച്ച് കൂടി. ഫഅതാഹുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅല്ലമഹുന്ന മിമ്മാ അല്ലമഹുല്ലാഹ്, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പഠിപ്പിച്ചു കൊടുത്ത വൈജ്ഞാനികമായ ആ പ്രത്യേകമായ അറിവുകൾ ആ സ്ത്രീ സമൂഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ദിവസം നിശ്ചയിച്ചു വേറെയും പഠിപ്പിച്ചു കൊടുത്തു. ആയിഷ റളിയല്ലാഹു തആല അൻഹ മദ്ഹ് പറയാറുണ്ട്, നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ, അൻസാരി സ്ത്രീകൾ എത്ര നല്ല സ്ത്രീകളാണ്. ആ സ്ത്രീകളുടെ ഗുണം പറഞ്ഞത് ലം യംനഉന്നൽ ഹയാഉ അൻ യതഫഖഹന ഫിദ്ദീൻ, റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്. ആ സ്ത്രീകൾ അവരെത്ര നല്ല സ്ത്രീകളാണ്. എന്താ കാരണം? ലജ്ജ അവർക്കൊരിക്കലും തടസ്സമാകുന്നില്ല ദീന് പഠിക്കുന്നതിൽ. നേരെ മറിച്ചാണ് ദീന് പഠിക്കാൻ ലജ്ജ, ദീനീ ക്ലാസുകളിൽ വരാൻ ലജ്ജ, ദീൻ ചോദിച്ചറിയാൻ ലജ്ജ, അതേ അവസരത്തിൽ സർവ്വ തോന്നിവാസങ്ങൾക്കും പുറപ്പെടാൻ ഒരു ലജ്ജയുമില്ലാത്തൊരു വർഗമായി സ്ത്രീകൾ അകപ്പതിച്ചുപോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കണമെന്നും അവരുടെ പരാതികൾ കേൾക്കണമെന്നും ഇസ്ലാം സമൂഹത്തോട് പറഞ്ഞു. പെണ്ണല്ലേ, പെണ്ണിന്റെ അഭിപ്രായം ആർക്ക് വേണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. പെണ്ണുങ്ങൾ പരാതി പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ടുവെന്ന് ഖിയാമത്ത് നാൾ വരെ ലോക മുസ്ലിമീങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്യായത്തിന്റെ പേര് തന്നെ എന്താ? സൂറത്തുൽ മുജാദില. സൂറത്തുൽ മുജാദില. എന്താണ് ആ മുജാദില എന്ന് പറഞ്ഞ അർത്ഥം? തർക്കിക്കുന്നവൾ. തന്റെ ഭർത്താവിനെ കുറിച്ച് കംപ്ലൈന്റ് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ഒരു സഹോദരി സഹാബാ വനിത വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തന്റെ ഭർത്താവിന്റെ കാര്യം പറഞ്ഞ് തർക്കിച്ച് തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ റബ്ബിനോട് പരാതി പറയുന്ന ആ പെണ്ണിന്റെ പരാതി, ആ സ്ത്രീയുടെ പരാതി അല്ലാഹ് കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തർക്കിക്കാൻ വന്ന, തന്റെ അവകാശം ചോദിച്ചു വാങ്ങാൻ വന്ന ആ സ്ത്രീയുടെ പേരിൽ തന്നെ, അഥവാ മുജാദില
എന്ന പേരിൽ തന്നെ ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. അതിന്റെ ഒന്നാമത്തെ ആയത്തിൽ തന്നെ അല്ലാഹു പറയുന്നത് ഖദ് സമിഅല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. അല്ലാഹു തീർച്ചയായും അല്ലാഹു കേട്ടിരിക്കുന്നു. ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ നിന്നോട് വന്ന് തർക്കം നടത്തിയ ആ സ്ത്രീയുടെ വാക്ക് അല്ലാഹു കേട്ടിരിക്കുന്നു. നിങ്ങളുടെ സംഭാഷണം അല്ലാഹു കേൾക്കുന്നുണ്ട്. ഇന്നല്ലാഹ സമീഉൻ ബസീർ, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. എന്തേ ലോകത്ത് മുസ്ലിമീങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധമായ ഖുർആനിൽ ഒരു സ്ത്രീ വന്ന് തന്റെ അഭിപ്രായവും തന്റെ പരാതിയും രേഖപ്പെടുത്തിയത് ഒരു വലിയ സംഭവമായി അല്ലാഹു ഖുർആനിൽ പറയുന്നത് എന്തിനാ? പെണ്ണിന് ജീവിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ അവളുടെ അഭിപ്രായത്തിന് പോലും വില കൽപ്പിക്കണം. വിവാഹിതയാകുന്ന പെണ്ണിനോട് അനുവാദം ചോദിക്കാതെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കരുതെന്നാണ് രക്ഷാകർത്താക്കളോട് ഇസ്ലാം പറഞ്ഞത്. അങ്ങനെ എന്റെ മോളാണ്, ഞാനല്ലേ നിന്റെ കാലം ഇത്രയും കാലം വളർത്തിയുണ്ടാക്കിയത്, ഞാൻ പറയുന്നത് കേട്ടോളം, അനുവാദമില്ലാതെ വിവാഹം കഴിപ്പിച്ചു വിടാൻ പാടില്ല. കന്യകയാണെങ്കിലും അനുവാദം ചോദിക്കണം, വിധവയാണെങ്കിലും അനുവാദം ചോദിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. കന്യകയുള്ള നാണമുള്ള പെൺകുട്ടി എന്നെ വിവാഹം കഴിപ്പിച്ചോളൂ എന്നൊരു പക്ഷേ പറഞ്ഞില്ലെന്ന് വന്നേക്കാം, അവൾ മൗനം പാലിച്ചേക്കും. ആ ഘട്ടത്തിൽ അവളുടെ സമ്മതം, അവളുടെ മൗനമാണ് അവളുടെ സമ്മതമായി കണക്കാക്കേണ്ടത്. അതേ അവസരത്തിൽ വിധവയാണെങ്കിലോ അവൾ സംസാരിക്കണം, അവൾ തുറന്നു തന്നെ പറയണം. അങ്ങനെ എല്ലാ ഘട്ടത്തിലും ഏതെല്ലാം ഘട്ടങ്ങളിൽ അവൾക്ക് ആദരവും പവിത്രതയും കൊടുക്കണോ, എല്ലാ രംഗത്തും ഇസ്ലാം അത് കൽപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് ഇസ്ലാം നൽകിയ മഹനീയമായ ഈ നിയമങ്ങളെ കാറ്റിൽ പറത്തുവാനും അത് ഇല്ലായ്മ ചെയ്യുവാനുമാണ് സമൂഹത്തിൽ നിന്ന് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം കുതന്ത്രങ്ങളിൽ വഞ്ചിതരാവാതെ ഇസ്ലാമിന്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിന്റെ പ്രബോധകരും പ്രചാരകരും അതിൻ പ്രയോഗത്തിൽ വൽക്കരിക്കുന്ന ആളുകളുമായി മാറാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വിനയമുള്ള അടിമകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ആദരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം സ്ത്രീക്ക് നൽകിയ ആദരവും മഹത്വവും മേന്മയും അതുപോലെ തന്നെ വിലയും ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇസ്ലാം ഏതൊരു വിഭാഗം ആളുകൾക്കും അവരവരുടേതായ പ്രവർത്തന മേഖലകൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ അല്ലാഹു ബാധ്യതയായി നിശ്ചയിച്ചിരിക്കുകയാണ്. അവൻ തൊഴിൽ ചെയ്യണം, അധ്വാനിക്കണം, സമ്പാദിക്കണം, കുടുംബത്തെ നോക്കണം. അവന്റെ പ്രവർത്തന മണ്ഡലം വീടല്ല, പുറത്താണ്. വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കേണ്ടവനല്ല, മടിപിടിച്ചിരിക്കേണ്ടവനല്ല. വിശ്വാസികൾ പുറത്തിറങ്ങി ജീവിതത്തിന്റെ മാർഗങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് തേടാൻ വേണ്ടി പുറത്തു പോകേണ്ടവർ തന്നെയാണ്. എന്നാൽ ഇസ്ലാം ആ നിർദ്ദേശം, ആ കൽപ്പനകളിൽ സ്ത്രീ സമൂഹത്തോട് ബാധ്യത നിശ്ചയിച്ചിട്ടില്ല. ഒരു പുരുഷന്റെ മണ്ഡലമാണ്, പുരുഷന്റെ മേഖലയാണ് തൊഴിൽ ചെയ്ത് കുടുംബത്തെ പോറ്റുക എന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആ ഉത്തരവാദിത്തം ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. അനിവാര്യമായ സാഹചര്യങ്ങളിൽ ആരും തന്നെ പോറ്റാനും രക്ഷിക്കാനും തനിക്ക് ചെലവ് തരാത്തുമില്ലാത്തൊരു സന്ദർഭങ്ങളിൽ ഒരു സ്ത്രീക്ക് ജോലിക്ക് ഇസ്ലാമികമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പോകാമെന്നതല്ലാതെ സ്ത്രീകളോട് പുറത്തിറങ്ങി ജോലി ചെയ്യുവാനുള്ള ഒരു ബാധ്യത ഇസ്ലാം ഒരിക്കലും ഒരു സ്ത്രീയോടും കൽപ്പിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഒരു സ്ത്രീയുടെ പ്രവർത്തന മണ്ഡലം പുരുഷന്റേത് പുറത്താണെങ്കിൽ ഒരു സ്ത്രീയുടെ പ്രവർത്തന മണ്ഡലം ഭവനം തന്നെയാണ്. വീട്ടിലെ കുട്ടികൾ, അവരുടെ ഭർത്താവിന്റെ കാര്യം, വീടിന്റെ കാര്യം, മക്കളുടെ കാര്യം, അവർക്ക് കിട്ടേണ്ടുന്ന കാരുണ്യം, അവർക്ക് കിട്ടേണ്ടുന്ന വാത്സല്യം, അവർക്ക് കിട്ടേണ്ടുന്ന സ്നേഹദയാ വായ്പകൾ, അതാണ് വാസ്തവത്തിൽ ഒരു പെണ്ണിന്റെ പ്രവർത്തന മണ്ഡലം. അതൊഴിവാക്കിയിട്ടാണ് പലപ്പോഴും പെണ്ണ് ജോലിക്ക് പുറത്തു പോകേണ്ടി വരുന്നത്. അനിവാര്യ സാഹചര്യങ്ങളിൽ പുറത്തു പോകുമ്പോൾ തന്നെയും ഇസ്ലാം പറഞ്ഞത് തന്റേതായ രൂപത്തിലുള്ള കടമകൾ മറന്നുകൊണ്ടുള്ള ഒരു ജോലിക്കൊരു പെണ്ണും പുറത്തു പോയിക്കൂടാ എന്നാണ്.
പലപ്പോഴും പല പുരുഷന്മാരും ഭാര്യമാരെ ജോലിക്ക് വേണ്ടി നിർബന്ധിക്കുന്നു. അവരും ജോലിയുള്ളവരാണ്, എന്നിട്ട് ഇതിന്റെ പെണ്ണിനെ നിർബന്ധിക്കുന്നത് എന്തിന്? വാസ്തവത്തിൽ അവർക്ക് ആ ഉത്തരവാദിത്വമുണ്ടോ? അവർക്ക് ആ ബാധ്യതയുണ്ടോ? തീർച്ചയായും ഇല്ല. നേരത്തെ പറഞ്ഞില്ലേ, സ്ത്രീക്ക് സ്വത്തവകാശത്തിൽ പകുതിയാണ് നൽകിയതെങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ചെലവിന് കൊടുക്കേണ്ടുന്ന ഒരു മേഖലയും ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. പുരുഷന്മാർക്കാണ് മേൽക്കോയ്മയുള്ളത്, പുരുഷന്മാരാണ് സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവർ എന്ന് പറഞ്ഞാൽ ഏതൊരു സമൂഹത്തിലും വേണം ഒരു നേതാവ്. എല്ലാവരും നേതാക്കളായാൽ പറ്റൂല, ഒരാൾ വേണം. അത് കുടുംബത്തിൽ നായകത്വം പുരുഷന് ഇസ്ലാം നൽകി. അത് അള്ളാഹ് നൽകിയിട്ടുള്ള ചില പ്രകൃതിപരമായ ചില ശ്രേഷ്ഠതകളും ഗുണങ്ങളൊക്കെ ഉണ്ട് പെണ്ണിനെ അപേക്ഷിച്ച്. രണ്ടാമത്തെ കാരണം പറഞ്ഞത് അവരാണ് അവരുടെ സ്വത്തിൽ നിന്നാ ചെലവഴിക്കേണ്ടത്. പെണ്ണിനെ ജോലിക്ക് പറഞ്ഞയച്ചിട്ട് അവളുടെ സ്വത്തിൽ നിന്ന് ചെലവ് നോക്കാൻ പറഞ്ഞിട്ടില്ല. ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ പ്രയാസം സഹിക്കവയ്യാതെ ബുദ്ധിമുട്ടോർത്തുകൊണ്ട് ജോലിക്ക് പോകുന്നുവെങ്കിൽ ഇസ്ലാം അത് വിലക്കിയിട്ടില്ല, പക്ഷേ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അനിവാര്യമായ സാഹചര്യങ്ങളിൽ ജോലിക്ക് പോകാം. അങ്ങനെ ജോലിക്ക് പോകുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ എന്താണെന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞറിയിക്കേണ്ടതില്ല. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഒരു സ്ത്രീക്കും തന്റേതായ കുടുംബത്തിലുള്ള എടുത്താൽ തീരാത്തത്ര ബാധ്യതകളെ മാറ്റിവെച്ചുകൊണ്ടല്ലാതെ ഇന്ന് സ്ത്രീക്ക് പുറത്ത് ജോലിക്ക് പോകാൻ കഴിയൂല. അവിടെ പല കാര്യങ്ങളും അവിടെ മുടങ്ങിക്കിടക്കുകയാണ്. പെണ്ണ് ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും അവിടെ മുടങ്ങിക്കിടക്കുക തന്നെയാണ്. അത് പകരം ആര് ചെയ്താലും ആവില്ല. ആരത് പകരം ചെയ്താലും, അത് ഹദ്ദാമ ചെയ്താലും വേലക്കാരി ചെയ്താലും ആര് ചെയ്താലും ഉമ്മ നൽകുന്ന സ്നേഹത്തിന് ഒരിക്കലും അത് പകരമാവില്ല. ഒരു ഉമ്മ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ആ ചുടുചുംബനത്തിന് ഒരു വേലക്കാരിയുടെയും ശമ്പളം നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു ചുംബനത്തിനും ഒരു വിലയും നൽകാനാവില്ല. ഒരു ഉമ്മ തന്റെ മക്കളോട് കാണിക്കേണ്ടുന്ന ഏറ്റവും വലിയ വാത്സല്യത്തിന് പകരമായി അതൊഴിവാക്കിക്കൊണ്ടവൾ പോയി തേടിത്തരുന്ന ആയിരക്കണക്കിന് ദിർഹമുകൾ ഒരിക്കലും പകരമാവില്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ വല്ലാതെ പല ആളുകളും വിവാഹം അന്വേഷിക്കുമ്പോൾ ജോലിയുള്ള പെണ്ണിനെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അല്ലെങ്കിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള പെണ്ണ് എന്തിനാത്? പലപ്പോഴും സഹോദരന്മാരെ, നല്ല ജോലിയുള്ള ആളുകൾ പോലും എന്തിന് പെണ്ണിനെ ജോലിക്ക് വേണ്ടി നിർബന്ധിക്കുന്നു? ഏറ്റവും വലിയ കടമകൾ ഒഴിവാക്കിക്കൊണ്ടല്ലാതെ അവർക്ക് പുറത്തു പോകാൻ കഴിയുമോ? ഇസ്ലാമിന്റെ പല നിയമങ്ങളെയും മാറ്റിവെച്ചുകൊണ്ടല്ലാതെ അവർക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പെണ്ണിന് ജോലിക്ക് പോകൽ ഹറാമാണെന്ന് ഇന്നത്തെ ഹുതുബയിൽ പറഞ്ഞിരിക്കുന്നു എന്നൊന്നും ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല. നാം മനസ്സിലാക്കുക, അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ലാതെ, അത് തന്നെ അനിവാര്യമായ സന്ദർഭങ്ങളിലല്ലാതെ ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് എപ്പോഴും ഇസ്ലാമികമായ വേഷവിധാനം 100% പാലിച്ചുകൊണ്ടുള്ള ഒരു ജോലിക്ക് പുറപ്പെടലല്ലാതെ പറ്റില്ല. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഖൽവത്തിന് സാധ്യതയുണ്ടെങ്കിൽ പാടില്ല. എന്താണ് ഖൽവത്ത് എന്ന് പറഞ്ഞാൽ? ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, ഒരു അന്യപുരുഷന്റെ കൂടെ ഒരു അന്യ പെണ്ണ് ഒരിടത്തും തനിച്ചാകാൻ പാടില്ല. തന്റെ ബോസിന്റെ കൂടെ ഒരൊറ്റ റൂമിൽ ജോലിക്കിരിക്കേണ്ടി വന്നാൽ ആ ജോലി ആ പെണ്ണിന് നിഷിദ്ധമാണ്, പോകാൻ പാടില്ല. അതുപോലെ അവൾ മുഖേനയുള്ള ഫിത്നയുണ്ടാകുമ്പോ ഒരു പെണ്ണിനോട് പറഞ്ഞത് വലാ തഖ്ലൈന ബിൽ ഖൗൽ, നീ വളരെ പതുങ്ങി നീ സംസാരിക്കരുത്. ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ളവർക്ക് അത് കാരണമായി തീരും, നിന്നെക്കുറിച്ച് കൊതിയുണ്ടാകും. പെണ്ണിനോട് ആണുങ്ങളോട് സംസാരിക്കുമ്പോൾ വരെ മാർദ്ദവമുള്ള സ്വരത്തിൽ സംസാരിക്കരുതെന്നാണ്. ബോസിനെ തൃപ്തിപ്പെടുത്തിയിട്ട് സംസാരിക്കാത്ത പെണ്ണിന് പലയിടത്തും ജോലി തുടരാനാവില്ല. ആ രൂപത്തിലുള്ള വേഷവിധാനം സഹിച്ചുകൊണ്ടല്ലാതെ തുടരാനാവില്ല പലയിടത്തും. അങ്ങനെ സെയിൽസ് ഗേളുകളും അതുപോലെ തന്നെ റപ്പുകളും അങ്ങനെ മൊത്തത്തിലുള്ള പല രൂപത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ചുകൊള്ളുക. ഇതുകൊണ്ട് നമുക്ക് ദുനിയാവിലുണ്ടാകുന്ന നേട്ടങ്ങളെക്കാൾ ആഖിറത്തിൽ, അതുപോലെ നമ്മുടെ മക്കളുടെ സംസ്കാരത്തിന്റെ രംഗത്തൊക്കെ എത്രത്തോളമാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്ന് നിയമങ്ങളൊക്കെ പാലിച്ച്, ഇസ്ലാമികമായ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് അടങ്ങി ഒതുങ്ങി ചെയ്യാൻ കഴിയാവുന്ന ജോലികളാണെങ്കിൽ ഇസ്ലാം വിരോധിച്ചിട്ടൊന്നുമില്ല. ഒരു വേള ചിലപ്പോൾ അനിവാര്യമാകുമ്പോൾ ഇസ്ലാം അത് അനിവാര്യമായ ഘട്ടത്തിൽ അത് അവൾക്ക് ഒരുപക്ഷെ നിർബന്ധവുമായി തീരും. അതൊക്കെ വേറെ വിഷയങ്ങളാണ്. മൊത്തത്തിൽ ഇന്ന് കാണുന്ന സമൂഹത്തിൽ കാണുന്ന ഒരു പ്രശ്നം, എല്ലാവരും ജോലി, എന്താ ആണും പെണ്ണും ജോലിക്ക് പോകുക, മക്കളെ നോക്കാൻ വേറെ ആൾക്കാരെ ഏർപ്പാട് ചെയ്യുക, നഴ്സറികളിലാക്കുക. അങ്ങനെ മക്കൾക്ക് കിട്ടേണ്ട രൂപത്തിലുള്ള വാത്സല്യവും കാര്യങ്ങളും കിട്ടാതാകുമ്പോ ഈ മക്കൾക്കൊരു ഹൃദയാത്മകമായ ഒരു ബന്ധമൊന്നും ഉമ്മയോടുണ്ടാവില്ല.
കുറെ കാലം കഴിയുമ്പോ ഉമ്മ ഉപ്പ അവരിങ്ങനെ അധ്വാനിക്കാൻ പോയി, എനിക്ക് അവരെ കാണാൻ പോലും കിട്ടാറില്ല. ചെറുപ്പത്തിൽ കിട്ടേണ്ടുന്ന ആ സ്നേഹം, ആ വാത്സല്യം കിട്ടാതെ പോകുമ്പോ ചിലപ്പോ കുറെ കാലം കഴിയുമ്പോ കുട്ടികളും ചിന്തിക്കുമെന്ത്, ഞങ്ങൾക്ക് കിട്ടേണ്ടതൊന്നും കിട്ടിയിട്ടില്ല, ഒക്കെ ആൾക്കാരെ ഹദ്ദാമനെയും വേലക്കാരനെയൊക്കെ ഏൽപ്പിച്ചിരുന്നു, ഇനിയിപ്പോ ഇവർക്ക് പ്രായമായില്ലേ, ഇവരോട് ചെയ്യേണ്ടതൊന്നും ഇപ്പൊ ഞങ്ങൾക്കും ചെയ്യാൻ നേരില്ല, വൃദ്ധസദനത്തിൽ അങ്ങ് ഏൽപ്പിച്ച് ഫീസ് കൊടുക്കാൻ കൃത്യമായി. സഹോദരന്മാരെ, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഒരു സ്ത്രീ ജോലിക്ക് പോകുന്നതിന്റെ ദൂഷ്യവശങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്, വളരെയേറെ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു കൃത്യമായി ഒറ്റയടിക്കൊരു ഫത്വ പറയുകയൊന്നുമല്ല ഇത്. നാം ചിന്തിക്കണം, ആലോചിക്കണം. ഇസ്ലാം ഓരോരുത്തരുടെയും ബാധ്യതകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ബാധ്യതകളെ വലിച്ചെറിഞ്ഞുകൊണ്ടല്ലാതെ പലപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ക്ഷീണിതയായിട്ടാണ് രണ്ടാളും വൈകുന്നേരം കയറി വരുന്നത്. ഇസ്ലാം പറയുന്നത് നിങ്ങൾ അവളിൽ ആശ്വാസം കണ്ടെത്താനെന്നാണ്. രണ്ടാളും ക്ഷീണിച്ചു വരുമ്പോ ആരിൽ ആശ്വാസം കണ്ടെത്തും? രണ്ടാൾക്കും ചെയ്യണം. ആരിൽ ആശ്വാസം കണ്ടെത്തും? ഇസ്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൂട്ടി വായിച്ചിട്ട് വേണം ഓരോരുത്തരും തീരുമാനമെടുക്കാൻ. അതുകൊണ്ട് ഇസ്ലാം നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധികളും പരിമിതികളും അതൊക്കെ ഖൈർ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ആരുടെയും സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാനോ തകർത്തു കളയാനോ അല്ല എന്ന് നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുക. ഈ രൂപത്തിലൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങളും മര്യാദകളും ഒക്കെ പാലിച്ചുകൊണ്ട്, റബ്ബിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളിൽ സമാധാനാന്തരീക്ഷമുണ്ടാകും. അള്ളാഹു നമുക്കെല്ലാം സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ കാവലുണ്ടായി തീരുമാറാകട്ടെ. എല്ലാ രംഗത്തും റബ്ബിന്റെ കാവലും അവന്റെ തൗഫീഖും നമ്മിൽ അവൻ സദാ വർഷിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.